ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഏരിയാസ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, ക്വിക്കായിട്ട് എല്ലാവരും റെഡി ആണല്ലോ? റിവൈസ് ചെയ്യാമെന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ. നമ്മൾ ആദ്യം എന്താണ്, വി സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ചാപ്റ്റർ 1 കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയ ഏത് ചാപ്റ്ററിലോട്ടാണ്? ചാപ്റ്റർ 11. ചാപ്റ്റർ 11ൻ്റെ ഹെഡിങ് എന്താണ്? എത്തിക്സ്. ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് കണ്ടത്? എത്തിക്സിനെ കുറിച്ച് കണ്ടു. എത്തിക്സും അപ്പോൾ ഇവിടെ എന്താ ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഒരു ഓഡിറ്റ് തുടങ്ങണേക്കാട്ടി മുമ്പ്, ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യണേക്കാട്ടി മുമ്പ് എന്ത് ചെയ്യണം? എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. പ്ലസ് ടേംസ്, അത് പിന്നെ അടുത്ത ദിവസം നാളെ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. എത്തിക്സും ടേംസും എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ പാടുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? അതിൽ എത്തിക്സ് എന്ന് പറയുമ്പോൾ എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? എത്തിക്സ് എന്ന് പറയുമ്പോൾ പ്രൈമറിലി ഇവർ ഉദ്ദേശിക്കുന്നത് യു ഹാവ് ടു പ്ലേസ് പബ്ലിക് ഇൻട്രസ്റ്റ് ഓൺ ടോപ്പ് ഓഫ് പേഴ്സണൽ ഇൻട്രസ്റ്റ്. പേഴ്സണൽ ഇൻട്രസ്റ്റ് താഴെയും എന്താണ്, പബ്ലിക് ഇൻട്രസ്റ്റിന് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, മുൻതൂക്കം കൊടുക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ? ഇനി അതിൽ യു ഷുഡ് നോ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. ഇവിടെ എന്താ പറയുന്നത്? ഇറ്റ് ഹാസ് ടു ബി ഷേപ്ഡ് ബൈ ഹാബിറ്റ്സ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പേഴ്സണൽ ട്രേറ്റ് ആയിരിക്കണം, ഓഡിറ്ററിൻ്റെ ഒരു പേഴ്സണൽ ട്രേറ്റ് ആയിരിക്കണം, ഹാബിറ്റിൻ്റെ തന്നെ ഭാഗമായി മാറണം എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുക എന്നുള്ളത്. ദെൻ വി സോ ഈ പറയുന്ന കോഡ് ഓഫ് എത്തിക്സ് ഉള്ള മറ്റ് ഏത് പ്രൊഫഷൻസോ ഉള്ള ലോയേഴ്സ്, ഡോക്ടേഴ്സ്, പിന്നെ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ്. ഓഡിറ്റിൽ വെദർ യു ആർ ഇൻ പ്രാക്ടീസ് ഓർ വെദർ യു ആർ ഇൻ എംപ്ലോയ്മെൻറ്റ് ഓൾസോ യു ഹാവ് ടു ഫോളോ ദിസ്. ഈ പറയുന്ന പോലെ എത്തിക്സ് കാര്യങ്ങൾ, കോഡ് ഓഫ് എത്തിക്സ് എന്ത് ചെയ്യണം, നമ്മൾ ഫോളോ ചെയ്യണം. ഇനി എത്തിക്സ് എന്തുകൊണ്ടാണ് ഫോളോ ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്? ബിക്കോസ് ഈ എത്തിക്സ് ഫോളോ ചെയ്താൽ മാത്രമേ ആൾക്കാർക്ക് എന്തുണ്ടാവുള്ളൂ, നമ്മളിൽ ട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ ട്രസ്റ്റ് നിലനിർത്തുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? നൗ സപ്പോസ് ഇഫ് യു വയലേറ്റ് ദിസ് ട്രസ്റ്റ്, വയലേറ്റ് ചെയ്താൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യും? വെറുതെ വിടില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് വിൽ ആക്ച്വലി എൻഫോഴ്സ് എന്താണ്, ഡിസിപ്ലിനറി ആക്ഷൻ ലൈക്ക് ഫൈന്, സസ്പെൻഷൻ, പിന്നെന്താണ് മെമ്പർഷിപ്പ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും? ടെർമിനേറ്റ് കാര്യങ്ങൾ ചെയ്യും. പിന്നെ നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ ആ ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ ആ പബ്ലിക്കിന് എന്തുണ്ടാവുള്ളൂ, നമ്മളിൽ കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. നമ്മൾ സൈൻ ചെയ്ത റിപ്പോർട്ട് യൂസ് ചെയ്യാനും എന്ത് ചെയ്യുള്ളൂ, അവർക്ക് കോൺഫിഡൻസ് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. ദെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് എ കോൺസെപ്റ്റ് കോൾഡ് ആസ് എന്താണ്, പ്രിൻസിപ്പൽ ബേസ്ഡ് അപ്രോച്ചും റൂൾ ബേസ്ഡ് അപ്രോച്ചും. സംഭവം ശരിയാണ്, റൂൾ ബേസ്ഡ് അപ്രോച്ചിൽ കുറേ റൂൾസ് തരും. ഓക്കെ, പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താ? അതൊരു റിജിഡ് ആപ്ലിക്കേഷനാണ്. ഈ റൂൾസ് മാത്രം ഞാൻ ഫോളോ ചെയ്താൽ മതിയോ? അപ്പോൾ ആൾക്കാർ ചിലപ്പോൾ അത് ബൈപ്പാസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതൊരു നാരോ ഔട്ട്ലുക്കാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താ പറയുന്നത്? റൂൾ ബേസ്ഡ് അപ്രോച്ചും ഉണ്ട്, പ്ലസ് എന്താണ്, യു മസ്റ്റ് ഓൾസോ ഫോളോ എ പ്രിൻസിപ്പിൾ ബേസ്ഡ് അപ്രോച്ച്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞ എന്താണ്, എടാ യു ഹാവ് ടു മെയിൻറ്റെയിൻ ദ സ്പിരിറ്റ് ഓഫ് എത്തിക്സ്. ആ എത്തിക്സിൻ്റെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പറയാം, അത് ഫുള്ള് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. നീ നിൻ്റെ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് ഉപയോഗിച്ച് സാഹചര്യത്തിനനുസരിച്ച് ബൈ ഇവാലുവേറ്റിംഗ് ദ സിറ്റുവേഷൻ, സാഹചര്യം മനസ്സിലാക്കിയിട്ട് നീ എന്ത് ചെയ്യണം, നീ പ്രൊഫഷണൽ ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തോളണം, എടുത്തോളണം എന്ന് പറഞ്ഞു. ദെൻ വി ലേൺഡ് എന്ത് ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത്? ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എന്താണ് പ്രൊഫഷണൽ എത്തിക്സ്? ആൻസർ എന്താണ്? IOCPP. I stands for ഇൻറ്റഗ്രിറ്റി. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ ഓണസ്റ്റി, ഫെയർ ഡീലിംഗ്, അവോയ്ഡൻസ് ഓഫ് മിസ്ലീഡിംഗ് ആയിട്ടുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ സൈൻ ചെയ്യാൻ പാടില്ല, സത്യസന്ധനായിരിക്കണം. O എന്ന് പറയുമ്പോൾ എന്താണ്? ഒബ്ജക്റ്റിവിറ്റി. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഇവരെന്താ ഉദ്ദേശിച്ചത്? നമ്മളുടെ മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, യാതൊരു ഇൻഫ്ലുവൻസും ഉണ്ടാവാൻ പാടില്ല. ഇൻഫ്ലുവൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റും. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല ജഡ്ജ്മെൻറ്റ് അല്ലേ, അൺബയസ്ഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എടുക്കാൻ പറ്റുള്ളൂ. ദെൻ വി ടോക്ക്ഡ് അബൌട്ട് എന്താണ്, കോൺഫിഡൻഷ്യാലിറ്റി. പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റ് സെർവ് ചെയ്യാനാണ് നമ്മൾ എന്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലയൻറ്റ് നമുക്ക് ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് എന്താ, നമ്മുടെ ആ ഇൻഫർമേഷൻ, ക്ലയൻറ്റിൻ്റെ ആ ഇൻഫർമേഷൻ മനസ്സിലാക്കി പ്രോപ്പറായിട്ടൊരു ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് നമുക്ക് എന്തിനുള്ളതല്ല, പലയിടത്തും ഇങ്ങനെ പറഞ്ഞടക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. എന്താണ്, ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ പബ്ലിക് ഇൻട്രസ്റ്റ്, എന്താണ്, ക്ലയൻറ്റ് നമുക്ക് ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, അവൈലബിൾ ആക്കുന്നു. ബിക്കോസ് ഹി കനോട്ട് ഗിവ് ഇറ്റ് ടു ദ പബ്ലിക്. കാരണം അപ്പോൾ എന്ത് പറ്റും, കുറേ ഡേറ്റ പുറത്തൊക്കെ പോകും. അപ്പോൾ ആ ഇൻഫർമേഷൻ നമുക്ക് ഷെയർ ചെയ്യുന്നു. അപ്പം നമ്മൾക്ക് ആ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി എന്ത് ചെയ്യണം, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അതിനുള്ള എക്സെപ്ഷൻ ഏതൊക്കെയാണ്? സപ്പോസ് നിയമം പറയാണ് നീ പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു സേ. സപ്പോസ് ക്ലയൻറ്റ് പറയാണ് നീ പറഞ്ഞു എന്ന് പറയുകയാണെങ്കിലോ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ക്ലിയർ? പിന്നെ എന്താണ് നമ്മളിവിടെ പറഞ്ഞു, പ്രൊഫഷണൽ കോമ്പിറ്റൻസ്. നമുക്ക് എന്തുണ്ടാവണം, എപ്പോഴും ആ കഴിവ് നമ്മൾ എന്ത് ചെയ്യണം, നിലനിർത്തിക്കൊണ്ടുപോകണം. പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ഇവിടെ എന്ത് വാക്ക് ഉപയോഗിച്ചേക്കണേ? കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യണം, നമ്മൾ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ആ നോളജും സ്കില്ലും മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ നമ്മൾ ഡ്യൂ കെയറിൻ്റെ ഭാഗമായിട്ട് എന്താണ്, കെയർഫുള്ളായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ വി ടോക്ക്ഡ് അബൌട്ട്
പ്രൊഫഷണൽ ബിഹേവിയർ. ഇവിടെ എന്താ പറയുന്നത്? നിയമം കാര്യങ്ങൾ കംപ്ലൈ ചെയ്യണം. ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്തുണ്ടാക്കാൻ പാടില്ല? നാണക്കേട് കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയിലും എന്ത് ചെയ്യാൻ പാടില്ല? യു ഷുഡ് നോട്ട് engage in any such activities. Avoid discrediting. Upholding the integrity കാര്യങ്ങൾ, പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ കാര്യങ്ങൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? ഇൻഡിപെൻഡൻസിനെ കുറിച്ച് പറഞ്ഞു. ഇൻഡിപെൻഡൻസിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഒന്ന് ഉറക്കെ പറഞ്ഞേ. Independence implies that the judgment of a person is not subordinate to the wishes or directions of another person who might have engaged him or to his own self-interest. Clear? ഇനി ഇൻഡിപെൻഡൻസ് എങ്ങനെയുള്ളതായിരിക്കണം? ഇൻഡിപെൻഡൻസ് ഓഫ് ദി ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസ് ആയിരിക്കണം. ഇൻഡിപെൻഡൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ദാറ്റ് എനേബിൾസ് ദ പ്രൊവിഷൻ ഓഫ് ഒപ്പീനിയൻ മര്യാദയ്ക്ക് പറയാൻ പറ്റണം. ഓക്കെ, without influences that compromise on the professional judgment. This allows for action with integrity, objectivity and professional judgment. അതായത് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം. അപ്പോൾ ഇവരെന്താ പറയുന്നത്? യാതൊരു ഇൻഫ്ലുവൻസും എന്തിൻ്റെ മുകളിൽ വരാൻ പാടില്ല? PGയുടെ മുകളിലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? IOP മര്യാദയ്ക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റണം. സോ ദാറ്റ് വി വിൽ ബി ഏബിൾ ടു ഗിവ് എ ഗുഡ് ഒപ്പീനിയൻ, നല്ലൊരു ഒപ്പീനിയൻ പറയാൻ പറ്റണം. പിന്നെ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ അവോയ്ഡൻസ് ഓഫ് ദോസ് ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസ് ദാറ്റ് കുഡ് ലീഡ് എ റീസണബിൾ ആൻഡ് ഇൻഫോംഡ് തേർഡ് പാർട്ടി aware of all relevant information and safeguards to conclude that the integrity, objectivity and or professional skepticism of a firm or assurance team member, ഫേമിലെ ഏതെങ്കിലും ഒരു ടീം മെമ്പറും ആ വർക്ക് ചെയ്യാൻ പോകുന്ന ടീമിൻ്റെ അകത്തുള്ള ആളും എന്ത് ചെയ്യണം? ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാതെ CA-കാരൻ മാത്രം മെയിൻറ്റെയിൻ ചെയ്തു, ആർട്ടിക്കിൾസിന് ഇൻഡിപെൻഡൻസ് ഇല്ലെങ്കിലും പ്രശ്നമായി. ക്ലിയർ ആവുന്നു? ആ വർക്കിനെ അത് ബാധിക്കും. അതാണ് ഇവിടെ ആ വാക്ക് ഉപയോഗിച്ചേക്കുന്നത്. ഫേം ഓർ അഷ്വറൻസ് ടീം മെമ്പർ ഹാസ് ബീൻ കോംപ്രമൈസ്ഡ്. ഈ IOP കോംപ്രമൈസ്ഡ് ആണെങ്കിൽ എന്ത് നമ്മൾ പറയും? ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസ് ഇല്ല എന്നുള്ള രീതിയിൽ പറയും. ക്ലിയർ ആണോ? അത് കഴിഞ്ഞിട്ട് ഏതൊക്കെയാണ് ത്രെറ്റ്സ് ടു ഇൻഡിപെൻഡൻസ്? ഏതൊക്കെയായിരുന്നു? സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ്, സെൽഫ് റിവ്യൂ ത്രെറ്റ്, ഫെമിലിയാരിറ്റി ത്രെറ്റ്, അഡ്വക്കസി ത്രെറ്റ്, ഇൻറ്റിമിഡേഷൻ ത്രെറ്റ്. സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റിൻ്റെ അകത്ത് ഏതൊക്കെയാണ് വരുന്നത്? ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ്. എന്തായിരുന്നു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ്? ലോൺസ്, ഗ്യാരണ്ടീസ് ഒക്കെ വാങ്ങിച്ചാൽ അപ്പം നമ്മുടെ ഇതിനെ ബാധിക്കും. പിന്നെന്താ? എന്തിനാ ലോൺ കിട്ടുക? ക്ലോസ് ബിസിനസ് റിലേഷനും പൊട്ടൻഷ്യൽ, വെരി ഗുഡ്, പൊട്ടൻഷ്യൽ എംപ്ലോയ്മെൻറ്റ് കാര്യങ്ങൾ. പിന്നെ ഫീസ്, ക്ലയൻറ്റ് ഫീസ്, എക്സസീവ് ഡിപ്പെൻഡൻസി ഓൺ ക്ലയൻറ്റ് ഫീസ്, പിന്നെ എന്താണ്? കണ്ടിജൻറ്റ് ഫീസ്. അത് കഴിഞ്ഞിട്ട് സെൽഫ് റിവ്യൂ ത്രെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെയ്ത പണി നമ്മൾ തന്നെ വന്ന് വീണ്ടും ചെക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ആസ് എന്താണ്? സെൽഫ് റിവ്യൂ എന്നുള്ള രീതിയിൽ പറയും. അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു പോയിന്റ് എന്താണ്? ഈ പറയുന്ന മുമ്പ് ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി വന്ന് CA ഫേം സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ തന്നെ ഓഡിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ദർ എക്സിസ്റ്റ് എ സെൽഫ് റിവ്യൂ ത്രെറ്റ്. പിന്നെ കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 144 എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇത്തരം സർവീസസ് കൊടുത്ത ഒരു ആൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഓഡിറ്ററായിട്ട് പോയി വീണ്ടും അത് വർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പാടില്ല. ഫെമിലിയാരിറ്റി ത്രെറ്റ്, ഫാമിലി, ക്ലോസ് റിലേറ്റീവ്, ഫോർമർ പാർട്ട്ണർ, ക്ലോസ് റിലേറ്റീവ്. അപ്പോൾ ഓർത്താൽ ഫാമിലി എന്ന് പറയുമ്പോൾ ക്ലോസ് റിലേറ്റീവ് ആണ് ഫോർമർ പാർട്ട്ണർ. ഫോർമർ എന്ന് പറയുമ്പോൾ പണ്ട് തൊട്ട്. അപ്പോൾ എന്താണ്? ലോങ് അസോസിയേഷൻ ഉണ്ട്. പിന്നെ ഗിഫ്റ്റ് കാര്യങ്ങൾ ഒന്നും ഓർക്കാം. അത് കഴിഞ്ഞിട്ട് ഫെമിലിയാരിറ്റി ത്രെറ്റ് ചെയ്യുന്നതിന് ശേഷം എന്തായിരുന്നു? അഡ്വക്കസി ത്രെറ്റിൻ്റെ അകത്ത് എന്താ പറയുന്നത്? ബാക്കിംഗ് ഓർ ചാമ്പ്യനിങ് ദ ക്ലയൻറ്റ്. കയ്യിലെന്തുണ്ട്? ഷെയർസ്. അപ്പം ആ ഷെയർസ്, ക്ലയൻറ്റിൻ്റെ ഷെയർസിലൊക്കെ ഡീൽ ചെയ്യുകയാണെങ്കിൽ അപ്പോഴും എന്താണ്? ഇൻഡിപെൻഡൻസിനൊരു ത്രെറ്റ് കാര്യങ്ങളാണ്. ദെൻ വി ടോക്ക്ഡ് അബൌട്ട് ഇൻറ്റിമിഡേഷൻ ത്രെറ്റ്. ഒന്നില്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക, വർക്ക് കുറയ്ക്കുക, ഫീസ് കുറയ്ക്കുക എന്ന് പറഞ്ഞ് പ്രഷറൈസ് ചെയ്യുക, പിന്നെ എന്താണ്? കേസ് ഇടും എന്ന് പറഞ്ഞ് പ്രഷറൈസ് ചെയ്യുക. ഇതെന്തായിരുന്നു? ഇതെല്ലാം ത്രെറ്റ്സ് ടു ഇൻഡിപെൻഡൻസ്. ഈ ത്രെറ്റ്സ് ഉണ്ടെങ്കിൽ വർക്ക് എടുക്കാമോ? ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ത്രെറ്റ്സ് ഉണ്ടോ ഇല്ലേന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അസസ് ചെയ്യണം. അസസ് ചെയ്തിട്ട് ത്രെറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറയ്ക്കാൻ നോക്കുക, പറ്റുമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ നോക്കുക. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? വർക്ക് എടുക്കാതിരിക്കുക. ക്ലിയർ ആവുന്നു? ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഡു എനിത്തിങ്, ഈ ത്രെറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോണ്ട് ടേക്ക് ദാറ്റ് വർക്ക് അറ്റ് ഓൾ. ക്ലിയർ ആവുന്നുണ്ടോ? പിന്നെ നമ്മളിവിടെ PJ എന്ന് പറഞ്ഞ് കിടന്ന് പറയുന്നുണ്ട് അല്ലേ? പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ്. ഇൻറ്റഗ്രിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഒബ്ജക്റ്റിവിറ്റി എന്താണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചു. എവിടെ പഠിച്ചു? ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പൾസ് ഓഫ് പ്രൊഫഷണൽ. അപ്പോൾ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റും പ്രൊഫഷണൽ സ്കെപ്റ്റിസിസും ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്ത് പഠിക്കാൻ പോകുന്നത്. അതിൽ ഓൾറെഡി വി സോ
പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് എന്ത് ചെയ്തു നമ്മൾ കണ്ടു അല്ലേ. പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ്, ഇവിടെയുള്ള പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് നമ്മൾ കണ്ടു. IOCPയുടെ അകത്തുള്ള പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം എന്ത് ചെയ്യാം, നാളെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അതിൽ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റിൻ്റെ അകത്ത് എന്താ പറയുന്നത്, ഡെഫിനിഷൻ പറയാൻ പറ്റുമോ, അവർക്ക് പറയാമോ, എന്താണത്? ദ ആപ്ലിക്കേഷൻ ഓഫ് TKE വിത്തിൻ ദ കണ്ടെക്സ്റ്റ്, എന്തിൻ്റെ കണ്ടെക്സ്റ്റിൽ, വിത്തിൻ ദ കണ്ടെക്സ്റ്റ് പ്രൊവൈഡഡ് ബൈ അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. എന്തിനു വേണ്ടി ഇത് അപ്ലൈ ചെയ്യുന്നത്? ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻ അബൌട്ട് വേരിയസ് കോഴ്സ് ഓഫ് ആക്ഷൻ ദാറ്റ് ആർ അപ്രോപ്രിയേറ്റ് ആസ് പെർ ദ, ആ സാഹചര്യത്തിന് അനുയോജ്യമായിട്ടുള്ള നല്ല നല്ല ഇൻഫോംഡ് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നൗ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് ഇസ് ടു ബി അപ്ലൈഡ് ത്രൂ ഔട്ട് ദി ഓഡിറ്റ്. സ്റ്റാർട്ടിങ്ങിലും ഇടയ്ക്കും അവസാനം എല്ലാം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും. എവിടെയൊക്കെയാണ് പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് അപ്ലൈ ചെയ്യേണ്ടത്? നൗ വാട്ട് ഹാപ്പൻസ് ഹിയർ ഇസ്, അപ്കമിങ് ചാപ്റ്റേഴ്സിലോട്ട്, ഓരോ ചാപ്റ്റേഴ്സിലോട്ട് പോകുമ്പോഴുണ്ടല്ലോ നമ്മൾ മെറ്റീരിയാലിറ്റീനെ കുറിച്ച് പഠിക്കും. അപ്പോൾ അവിടെ എന്ത് പറയും, അവർ പറയും പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് അപ്ലൈ ചെയ്യണമെന്ന് പറയും. ഈ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളും ഇനി മുന്നിലോട്ട് വരാനുള്ള വാക്കാണ്. ഓക്കെ, അത് മുൻകൂട്ടി നേരത്തെ കുറച്ച് ഈ ഡെഫിനേഷൻ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ യു വിൽ ബി മോർ ഫെമിലിയർ. ക്ലിയർ ആവുന്നുണ്ടോ? എന്താണ് മെറ്റീരിയാലിറ്റി എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം നേരം തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട്. വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഓഡിറ്റ് പ്രൊസീജിയർ ചെയ്യുമ്പോൾ എവിഡൻസ് കിട്ടിയെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നമുക്ക് കിട്ടാനുണ്ട്. ഓഡിറ്റ് എവിഡൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളെയാണ് നമുക്ക് ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് പഠിക്കാനുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം നമ്മൾ മുന്നിലോട്ട് കാണാൻ പോവാണ്. ആ സമയത്തെല്ലാം ഏത് വാക്ക് വീണ്ടും കയറി വരും? പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ്. അവിടെയൊക്കെ പറയും സഫിഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ആണോ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം? മെറ്റീരിയാലിറ്റി, ഓഡിറ്റ് റിസ്ക്, പിന്നെന്താണ് AR AP ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, പിന്നെന്താണ് ഓഡിറ്റ് എവിഡൻസ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓഡിറ്റ് പ്രൊസീജിയറിനെ റിലേറ്റ് ചെയ്യുന്നൊരു വേർഡ് എന്താണ്? നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ. ഒരു കാര്യം എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എത്രത്തോളം ചെയ്യണം. നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. എവിഡൻസ്, സഫിഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ആണോ? അപ്പോൾ ഓഡിറ്റ് എവിഡൻസ്. പിന്നെന്താ ഇവിടെ പറയുന്നത്? മാനേജ്മെൻറ്റിൻ്റെ ജഡ്ജ്മെൻറ്റ് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് ഉപയോഗിക്കണം. മാനേജ്മെൻറ്റിന് ഉണ്ടാക്കിയേക്കുന്ന എസ്റ്റിമേറ്റ് റീസണബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് ഉപയോഗിക്കണം. ഈ അപ്ലൈ ചെയ്തേക്കുന്ന പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റൊക്കെ എൻ്റെ തലയിൽ മാത്രം ഇട്ടാൽ മതിയോ? ഇല്ല, ഞാൻ എന്ത് ചെയ്യണം? ഇത് ഡോക്യുമെൻ്റ് ചെയ്യണം. ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ പോലെ വെട്ടി വരച്ചൊക്കെ ഇടാൻ പറ്റുമോ? ഇല്ല. യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ഒരു എക്സ്പീരിയൻസ്ഡ് ഓഡിറ്ററിന് എന്ത് ചെയ്യണം? ഇത് വന്ന് വായിച്ച് കഴിയുമ്പോൾ ഓ, ഇവൻ ഈ സാഹചര്യത്തിലെടുത്ത ഈ തീരുമാനം, ഈ സാഹചര്യത്തിലെടുത്ത ഈ തീരുമാനം എന്താണ്, ഓക്കെ ആണെന്ന് അയാൾക്കും ശരിയായിട്ട് തോന്നണം. ക്ലിയർ ആവുന്നുണ്ടോ? പിന്നെ എന്തും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താ പറയുന്നത്? എടാ നിൻ്റെ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റിന് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയ പോലെ തീരുമാനം എടുക്കാൻ പറ്റുമോ? പറ്റില്ല. വാട്ട് എവർ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് യു ഹാവ് ടേക്കൺ അല്ലെങ്കിൽ യു ഹാവ് കം ടു കൺക്ലൂഷൻ ഓൺ, അതെല്ലാം എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് മാച്ച് വിത്ത് അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് അലൈൻ വിത്ത് ദി ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസ് ആൻഡ് എവിഡൻസ്. സാഹചര്യവും തെളിവുകൾക്കും എന്താണ് അനുയോജ്യമായ അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് വേണം, പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? അത്യാവശ്യം കണ്ടൻറ്റ് കയറിയിട്ടുണ്ട്. നാളെയും കൂടി ആകുമ്പോൾ കുറച്ചുകൂടിയും കണ്ടൻറ്റ് വരും. മുന്നിലോട്ട് പോകുമ്പോൾ കുറേ കണ്ടൻറ്റ് വരും. ദാറ്റ് ഈസ് വൈ യു ഹാവ് ടു ഡു ഡെയിലി റിവിഷൻ. ഇന്ന് പോയിട്ട് കുറേ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ് ഇരിക്കരുത്. ഇത് 10 പ്രാവശ്യം റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത്, അത്രയും ഓർമ്മയിൽ കിടക്കും. പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം 3 പ്രാവശ്യം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വായിച്ചുകൊണ്ടിരിക്കും. പിന്നെ പുതിയൊരു കണ്ടൻറ്റ് വായിക്കുക. പിന്നെ വേണമെങ്കിൽ തിരിച്ച് ഇതിലോട്ട് വീണ്ടും വരാം. അപ്പോൾ ബ്രെയിനിനെ എന്ത് ചെയ്യണം? ഒന്ന് കളിപ്പിക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്ന് ചോദിക്കുമ്പോൾ ബ്രെയിനിന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം നാളെ കാണാം. ക്വസ്റ്റ്യൻസും നോക്കിയിട്ട് വരാം. ടോപ്പിക്സ് എഴുതി തീർക്കാനുള്ളവരും എന്തോ 2-3 എഴുതാനുണ്ടല്ലോ, അതെന്ത് ചെയ്യുക? വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ടോ നാളെ രാവിലെ വരുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്യണം എഴുതാനുള്ള കുറച്ച് ഏരിയാസ്.